എന്താ കടന്ന് പൊരീന്? നമുക്കൊന്ന് പോയി നോക്കിയാലോ? അതിനാകെ 1 മണിക്കൂറാവണ്ട, അല്ലാണ്ട് അത് 10 മിനിറ്റ് കൊണ്ട് മീൻ കയറുന്നില്ലേ? ശരിയാ. 5 കിലോ കയറിണ്ടാവൂലേ? 5 കിലോ അല്ലെങ്കിൽ 1 കിലോ ഉണ്ടാവും. പിന്നെ ഇതെന്താ പരിപാടി? അല്ലടാ, ഞാനേ ഒരു കൊറിയൻ ടെക്നോളജിയാ ഒരു മീൻപിടുത്തത്. നമ്മളന്ന് ജപ്പാൻ ടെക്നോളജി ഒക്കെ നോക്കിയില്ലേ? അതെ, അതേപോലെ കൊറിയൻ ടെക്നോളജിയാ. പക്ഷെ അത് ആൾക്കാർ കണ്ടാൽ ബിരിയാണി ചെമ്പാന്ന് വിചാരിക്കട്ടാ, ബിരിയാണി വെക്കാൻ നടക്കാന്ന് വിചാരിക്കുക. നമുക്കിത് അപ്പുറത്ത് പോയിട്ട് മീൻ വേറെ എടുക്കാം, എന്നിട്ട് കിറ്റിലേക്ക് ഇടാം. അല്ലേ നോക്കിയേക്കാം. അപ്പം മോശമില്ലല്ലോ ഇപ്പം ഇന്നത്തെ നമ്മുടെ കൊറിയൻ ടെക്നോളജി. അതെന്ത് മീനാ? മൊയ്യാണോ? കുത്തണ മൊയ്യ? കുത്തത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി മീൻപിടുത്താണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി എന്ത് ടെക്നോളജിയാവോ കണ്ടുപിടിച്ച് വരണ്ടാവോ? എൻ്റെ ഓരോ ടെക്നോളജി കണ്ട് മനുഷ്യന് ഞായറാഴ്ച ഇല്ല, തിങ്കളാഴ്ച ഇല്ലാണ്ട് ആയിപ്പോ. എന്താ പരിപാടി? എടാ എന്നേ ഒരു പ്രത്യേക ടെക്നോളജിയാ, അത് പറയട്ടെ? പറഞ്ഞോ. അതായത് കൊറിയൻ ടെക്നോളജി. ആ മീൻ പിടുത്താ. എന്റെ ഞായറാഴ്ച പോയില്ലേ? നമുക്ക് പോവില്ലെന്നാ? പോവാ. നമുക്ക് വേഗം പിടിക്കുക. 5-6 കിലോ മീൻ പിടിച്ചിട്ട് നമുക്ക് വിൽക്കണം. അതെ. ആദ്യം നമുക്ക് ടെക്നോളജി എന്താണെന്ന് നോക്കാം. ടെക്നോളജിക്ക് ആവശ്യമായ സാധനങ്ങൾ: കോഴി വേസ്റ്റ്, ആവശ്യത്തിന് കോഴി വേസ്റ്റ് എടുക്കുക. അതിനുശേഷം കെട്ടുകമ്പി കെട്ടാൻ ഉപയോഗിക്കുന്നതാണ്. അതിനുശേഷം കയറ്, പിന്നെ കള്ളിമുണ്ടിൻ്റെ ഒരു കഷ്ണം. അതുമാത്രം പോരെ, ഒരു ചെമ്പ് വേണം. ഈ വട്ടച്ചെമ്പാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടൂൾസ്. ആദ്യം നമ്മൾ കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് ചെമ്പിന് 4 പുറം കെട്ടി 2 ഹുക്ക് ഉണ്ടാക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് തുണി കണക്ട് ചെയ്ത് തുണി കയറുകൊണ്ട് ശക്തമായി കെട്ടണം. കയറ് കെട്ടാനായിട്ട് 2 ഹുക്ക് ഉണ്ടാക്കി ഇറങ്ങണം. കണ്ടോ, ഒരു ഹുക്ക് അവിടെ ഒരു ഹുക്ക് ഇട്ടുണ്ട്. ഇത് കയറ് കെട്ടാനാണ്, അവനെ കെട്ടിയിട്ട് ഇങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഈ കോഴി വേസ്റ്റ് ഇതിലേക്കിടും. കോഴി വേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ തുണി ഉപയോഗിച്ച് കെട്ടും. ഗൈസ്, ചെമ്പിന് ഹോൾസ് ഇല്ലാത്തത് കൊണ്ട് 2 കരിങ്കല്ലിൻ്റെ കഷ്ണം ആ ചെമ്പിലേക്ക് ഇട്ടതിന് ശേഷം അത് കറക്റ്റായിട്ട് കെട്ടി. എന്നാലാണ് ചെമ്പ് വെള്ളത്തിൽ താന്നു പോകുകയുള്ളൂ. ഗൈസ്, ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച പോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കയറ് കെട്ടിയിട്ട് ഇത് വെള്ളത്തിൽ തൂക്കിയിട്ടാണ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ കയറ് കെട്ടി തൂക്കിയിട്ട് അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തുണി കീറിയിടണം. അപ്പോൾ ആ കോഴി വേസ്റ്റിൻ്റെ മണത്തിൽ മീനുകൾക്ക് ഇതിനെ ഇറങ്ങിപ്പോവും. ഇറങ്ങിപ്പോയ മീനുകൾ അങ്ങനെ കുടുങ്ങാണ് സാധാരണ ചെയ്യാറ്. കോഴി വേസ്റ്റ് അവർ തിന്നുകൊണ്ടിരിക്കും മീനുകൾ അതിൽ പോയിട്ട്. അപ്പോൾ നമ്മളിതാണ് ചെയ്യാൻ പോകുന്നത്. തുണി കൊണ്ട് കെട്ടുമ്പോൾ നല്ല മുറുക്കി കെട്ടണം, ഇല്ലെങ്കിൽ ഇതിൽ മീനുകൾ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഹോള്, പ്രധാനപ്പെട്ടത് ഈ ഹോളാണ്. ഈ ഹോൾ ഇട്ടാലാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോഴി വേസ്റ്റ് കഴിക്കാൻ വേണ്ടി മീനുകൾ പോവുകയുള്ളൂ. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ നമുക്കിനി ഇത് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം. പിന്നെ ഇതെന്താ പരിപാടി? അല്ലടാ, ഞാനേ ഒരു കൊറിയൻ ടെക്നോളജിയാ ഒരു മീൻപിടുത്തത്. നമ്മളന്ന് ജപ്പാൻ ടെക്നോളജി ഒക്കെ നോക്കിയില്ലേ? അതെ, അതേപോലെ കൊറിയൻ ടെക്നോളജിയാ. പക്ഷെ അത് ആൾക്കാർ കണ്ടാൽ ബിരിയാണി ചെമ്പാന്ന് വിചാരിക്കട്ടാ, ബിരിയാണി വെക്കാൻ നടക്കാന്ന് വിചാരിക്കുക. അത് കാര്യാക്കണ്ട. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും നമ്മള് നാണം കെട്ട് ചീറ്റി പോയില്ലേ? ഇപ്രാവശ്യം നമുക്ക് ഇതിൽ പിടിക്കാം, മീൻ പിടിക്കാനുള്ള ടെക്നോളജിയാ. അപ്പം നോക്കിയോക്കാലോ. അങ്ങനെ ബിരിയാണി ചെമ്പ് മീൻ പിടുത്തം അല്ലടാ, അങ്ങനെ ഞാൻ നല്ല പറഞ്ഞത് ഒരു വെറൈറ്റി കൊറിയൻ ടെക്നോളജി. അപ്പൊ നമുക്കിത് നോക്കി നോക്കാം അല്ലേ? നോക്കിയോക്കാം. അവിടെ വെള്ളം ചെരിച്ച് കൊടുക്കണം. അപ്പോൾ ആ തുണിയുടെ ഹോളിൽ കൂടെ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ അതിന് ശേഷം അങ്ങനെ താന്ന് പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് ആ ഭാഗത്ത് നമ്മൾ ഇറക്കി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ താന്ന് പോകും. എന്താ കടന്ന് പൊരീന്? നമുക്കൊന്ന് പോയി നോക്കിയാലോ? അതിനാകെ 1 മണിക്കൂറാവണ്ട, അല്ലാണ്ട് അത് 10 മിനിറ്റ് കൊണ്ട് മീൻ കയറുന്നില്ലേ? അത് ശരിയാ. 5 കിലോ കയറി ഉണ്ടാവൂലേ? 5 കിലോ അല്ലെങ്കിൽ 1 കിലോ ഉണ്ടാവും.
ഈ എന്താ ഈ 5 എവിടെ നിന്ന് പഠിച്ചു വെച്ചിക്ക? അല്ല അല്ല 2 കിലോ കിട്ടിയാലേ 1 കിലോ വറക്കാലോ, അതെ 1 കിലോ കൂട്ടാൻ വെക്കാം. അതെ. അല്ല അപ്പൊ അണക്ക് വേണ്ടേ? വേണ്ടയ്ക്ക് വേണ്ട, ഞാൻ മീൻ വാങ്ങിച്ചോണ്ട് കുറെ ആയിണ്ട്. 1 മണിക്കൂർ ആയില്ലേ? 1 മണിക്കൂർ ആവണ്ടേ? നോക്കണം. എന്താ ചെമ്പ് പൂച്ചിട്ട് ആലോചിച്ചിരിക്കുക? അല്ലടാ, ആ മീനില്ലേ, ഒരു ചെമ്പ് മീൻ കിട്ടിയാലേ 1 കിലോ വറക്കാം. അതെ അതെ. 1 കിലോ കൂട്ടാൻ വെക്കാം. അതെ. പിന്നെ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ 2-3 കിലോ കൂടി വിൽക്കാലോ. അതെ 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 അതെ. അതൊക്കെ കൂലിയായി. അതെ എങ്ങനെയുണ്ട്? അതെ അതെ. എൻ്റെ അടുത്ത് 200 ഉറുപ്പ ഉണ്ടോ? അല്ല 1 കിലോ മത്തി വാങ്ങിച്ചിട്ട് ഇതൊക്കെ ആഗ്രഹങ്ങൾ നടത്തായി. ഈ പറഞ്ഞൊന്നും ഉണ്ടാവില്ലെന്നല്ലേ? ആ കാണാം നമുക്ക്. ആ നോക്കിയേക്കാം. നോക്കിക്കൊണ്ടിരിക്കണേ. അല്ല ഇതില് ഒരു 5 കിലോനേ നീ പെരല് കയറിയിട്ട് തോന്നുന്നുണ്ട്. 4 പുറം കടന്ന് പൊളക്കണ നോക്കിയേക്ക്. ശരിക്കും പെട്ടുണ്ടാവോ? പെരല് നോക്കിയേക്ക്. ആ ശരിയാട്ടോ, 5 കിലോ കിട്ടിയാ നമുക്ക് വിൽക്കാല്ലേ? 1 കിലോ കിട്ടിയാൽ ചേർന്നു. ഏകദേശം ഇരുട്ടാവാറായി, 1 മണിക്കൂറായി. കുറച്ച് നേരം നോക്കിയിട്ട് നമുക്ക് ചെമ്പെടുത്ത് നോക്കാം. ഗൈസ് ഏകദേശം ഇരുട്ടായിക്കണു. പിന്നെ ഇതാ നമുക്ക് എടുത്തു നോക്കിയേക്കാം. ആയി സമയമായോ? പിന്നെ എന്താ നേരം ഇരുട്ടായിക്കൊണ്ടിരിക്കല്ലേ? ആ പാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. എന്തായാലും എടുത്തു നോക്കിയാ. എടുത്ത് നോക്കിയേക്കാം. ഗൈസ് അത്യാവശ്യം വലിയ പെരലുകളാണ് പെട്ടിട്ടുണ്ട്. ഗൈസ് അപ്പുറത്തെ ചിഗ് പെട്ടിട്ടുണ്ട്, ചിഗ് മീൻ പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ച് അപ്പുറത്തേക്ക് കൊണ്ടായിട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു പെരൽ അവിടെ കിടക്കുന്നുണ്ട്. ഗൈസ് നമുക്കത് അപ്പുറത്ത് പോയിട്ട് മീൻ വേറെ എടുക്കാം, എന്നിട്ട് കിറ്റിലേക്ക് ഇടാം. അല്ലേ നോക്കിയേക്കാം. അപ്പം മോശമില്ലല്ലോ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊറിയൻ ടെക്നോളജി. ഗൈസ് അപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോന്നായിട്ട് അത് എടുത്തിട്ടാണ്. അത്യാവശ്യം വലിയ പെരലല്ലടാ? അത്യാവശ്യം വലിയ പെരല. ആ കൂടുതലെ പെരല്. കൂടുതൽ പെരലല്ലേ? അതെന്ത് മീനാ? മൊയ്യാണോ? കുത്തണ മൊയ്യ? കുത്തു അത്? ആ കിറ്റ് എടുത്തേക്ക് വെച്ചിട്ടായിരിക്കും ഇങ്ങനെ പൂറ്റിയ. അല്ല അതിൻ്റെ കയ്യിൽ കടിക്കേണ്ട വെച്ചിട്ടാ. അത് ചെറിയ പെരലല്ലേ? കുത്തുക. അതിൽ അതിന് എന്തെങ്കിലും ഉണ്ടാക്കിയോ കുറഞ്ഞു നോക്കിയത്? അപ്പോൾ ഞങ്ങൾ പിടിച്ച മീൻ ഇപ്പോൾ കിട്ടിയതാണ്. കുറച്ചുകൂടി കൂടുതലാണ്. അതാണ് ഇപ്പോൾ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ പഴയതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാമല്ലോ ഇല്ലേ? ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിയേക്കാം. ആ നമ്മൾ ഏകദേശം ഇരുട്ടായി ഗൈസ്. നല്ല ഇറക്കിയാണ് നോക്കിയാൽ. അപ്പോൾ ഏകദേശം നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഏകദേശം എത്ര മണിക്കൂർ? ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കി വെച്ചേക്കാം. ആ സമയമായോ? രണ്ടാമതെടുക്കാൻ സമയമായോ? ഗൈസ് ചെറിയൊരു മഴയുണ്ട് ഗൈസ്. ഞങ്ങളപ്പോൾ എടുക്കാൻ പോവാണ്, രണ്ടാമതൊട്ട് എടുക്കാൻ പോവാണ്. ആ ഒരു ഞണ്ട് പൊട്ടുന്ന ഗൈസ്. അപ്പോൾ നമുക്ക് അത് ഞങ്ങൾ അപ്പുറത്ത് കൊണ്ടുപോയി നോക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ് ചാടിപ്പോയി കഴിഞ്ഞാൽ മീനുള്ള മീൻ പോകും. ചെറിയ മഴ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഗൈസ് അപ്പോൾ ഞങ്ങൾ നോക്കുകയാണ്. ചെറിയ മഴ ഉണ്ട്.
ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരാൾക്കൊക്കെ ഇപ്രാവശ്യം മീൻ പാടത്ത് മീൻ പിടിച്ച് കണ്ടാവാനും കിട്ടുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.